ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന വാനില കേക്ക് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വാനില സ്പോഞ്ച് മിക്സ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 25 ml വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 6 എഗ്ഗും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് പൊടി ഒന്ന് മിക്സ് ആകുന്ന സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മിക്സ് ചെയ്യാൻ ബീറ്റർ ഉപയോഗിക്കുന്നേ ഉള്ളൂ. ബീറ്റർ വേണമെന്ന് നിർബന്ധമില്ല, വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്ററി കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എയർ ബബിൾസ് പോകാനായി നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിലേക്ക് മാറ്റാം. 170 ഡിഗ്രിയിൽ 35 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് ചൂടാറിയ ശേഷം നമുക്ക് പുറത്തേക്ക് എടുത്തു വെക്കാം. നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഐസിങ് ചെയ്തെടുക്കാനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാനായി ആദ്യം ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ശേഷം നന്നായി ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഷുഗർ 3 ഏലക്കായും കൂടി ചേർത്ത് ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. അത് ചൂടാറിയതിന് ശേഷം തണുപ്പിച്ചെടുക്കാം. നമ്മുടെ ക്രീം 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായി ക്രീം അപ്ലൈ ചെയ്യാം. ഇതേപോലെ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. ശേഷം നന്നായി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. ക്രീം അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ
സൈഡ് ഭാഗത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റായി മിൽക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണിത്. എല്ലാവരും ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.